നമ്മൾ ഒരു 5 ബസ് വെച്ചാലേ ഇതിന്റെ മുതൽ നമ്മൾക്ക് കിട്ടും. എവിടെ ജോലിക്ക് പോയാലും ഒരു 20,000 നല്ല എന്ത് പഠിപ്പ് പഠിച്ചാലും ഒരു 20,000 25,000 തന്നെ കിട്ടും. ഒരു രാവിലെ 2 മണി നേരത്തെ പണി, വൈകിട്ട് 2 മണി നേരത്തെ പണി ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത ഗുണം ശരിക്കും ഉണ്ട്. നിങ്ങളാണ് കണ്ടു ഈറോഡിൽ ഇതൊക്കെ കണ്ടു. ഇത് ഈറോഡാണ്. പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അണ്ണക്കിളിന്റെ പരുത്തിക്കുരു അരച്ചതാണ്. അണ്ണക്കിളി പുണ്ണാക്കിന്റെ അരച്ച പരുത്തിക്കൊട്ടയുടെ ഇതാണ്. സാധാരണക്കാരായ ക്ഷീരകർഷകരെ സംബന്ധിച്ച് പശു ഒരു ജീവിതമാർഗമാണ്. അങ്ങനെ പശു ഒരു ജീവിതമാർഗമാക്കിയ ഒരു ക്ഷീരകർഷകനെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇടപ്പറമ്പിൽ ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീമോൻ മാത്യു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 30 പശുക്കളെയുള്ള ഗോപാലൻ ചേട്ടനെയാണ്. ഗോപാലൻ ചേട്ടന്റെ വീട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറയിലാണ്. ഇദ്ദേഹത്തിന് പശു വളർത്തൽ ലാഭകരമാണ്. പിന്നെ ഇദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ 100% പാല് മിൽമയ്ക്കാണ് കൊടുക്കുന്നത്. എന്നിട്ടും ലാഭമാവാൻ ചില കാരണങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹം ഇവിടെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ ടൈപ്പ് 1 തീറ്റയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പശു എങ്ങനെ ലാഭമാക്കാം, എങ്ങനെ ജീവിതമാർഗമാക്കാം എന്നാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക്. എന്താ പേര്? എൻ്റെ പേര് ഗോപാലാണ് കേട്ടാ. നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞേ. ലൊക്കേഷൻ വന്നിട്ട് കേരള ബോർഡർ ആണ്. ശരിക്കും പറഞ്ഞാൽ കേരള തന്നെ. ശരി. ഉളലപ്പതി എന്ന് പറയും. ഉളലപ്പതി ഈ ഏരിയ ഉളലപ്പതി വേളന്താവളത്തിന്റെ അടുത്ത് കിണത്തുകടവ് ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ട്. കേരളമാണ്. അടുത്ത ഒരു 1/2 കിലോമീറ്ററിൽ തമിഴ്നാടാണ്. ചേട്ടന് 30 പശു ഉണ്ടല്ലേ? 30 പശു ഉണ്ട്. 30 പശു ഉണ്ട്. ശരി. അപ്പൊ നമുക്ക് ഒന്ന് പശുക്കളേക്ക് ഒന്ന് കണ്ടാലോ ആദ്യം? അത് 2 പല്ലാണ്. ഓക്കെ. ഇതെല്ലാം HF ആണ്. ക്രോസ് ബ്രീഡ് ആണ്. HF ആണ്. ഓക്കെ. അല്ല ചേട്ടാ, അപ്പൊ ചേട്ടന്റെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഒരു 2 ബസ്സുകൾ ഉണ്ടായിരുന്നു. ആദ്യം അച്ഛൻ പശു വളർത്തിയിരുന്നു. ആദ്യമൊക്കെ ഒരു 15 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ആദ്യം ജോലിക്ക് പോയിരുന്നു. എന്തായിരുന്നു ജോലി? വേറെ നമ്മൾ ഈ ടെക്സ്റ്റൈലിന്റെ ജോലിയായിരുന്നു. അവിടെ പോയിരുന്നു. അപ്പോ ഇതില് ഇൻട്രസ്റ്റ് കുറവായിരുന്നു ആദ്യം. അപ്പോ അച്ഛൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോ 2 ബസ്സുകൾ 3 ബസ്സുകളെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്ന് തന്നെ ഈ ഫാം ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഒരു 4 ബസ് 5 ബസ് 10 ബസ് അങ്ങനെ കൂടി പിന്നെ ഒരു 30 ബസ് അടുത്ത് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾ ഉൾപ്പെടെയാണ് 30? ഇല്ല, പശുക്കളെ 30 ഉണ്ട്. കുട്ടികൾ എക്സ്ട്രാ ആയിട്ട് വളർത്തുന്നുണ്ട്. ശരിക്കും അല്ല, ഇതിപ്പോ ആദ്യം വേണ്ടാന്ന് തോന്നി. ആദ്യം നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. എത്ര നാൾക്ക് ശേഷമാണ് പിന്നെ ഒരു 15 കൊല്ലത്തിന് മുമ്പിലാണ് വന്നത്. നമ്മൾ ആദ്യം ചെറിയ പിള്ളേരായിരുന്നു. അങ്ങനെ പോയി. അപ്പോ ഇത് വന്നപ്പോ അങ്ങനെ വന്നിട്ട് നമ്മൾ ഒരു 4 ബസ് വാങ്ങിച്ചു. പിന്നെ ഒരു 4 വാങ്ങിച്ചു. അങ്ങനെ വന്നിട്ട് ഈ ഫീൽഡിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അത് കാരണമാണ് നമ്മള് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ആണല്ലേ? ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള പശുക്കളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാണോ ചേട്ടാ? ഇല്ല, എല്ലാം ഈറോഡ് തന്നെ. ഈറോഡ് തന്നെ. ഇവിടെ പുറത്ത് സെഞ്ചൈമയിലൊക്കെ വാങ്ങിച്ചു. പക്ഷെ അവര് ഇത്രയും ഒരു ഇതായിട്ട് നമ്മള് ഒരു ബസ് 2 ബസ് കാണാൻ പറ്റില്ല. അവിടെ ഒക്കെ പോയാ ഒരു ബസ് 2 ബസ് അവിടെ ഈരോട് പോയാ പിന്നെ നമ്മൾ കുറെ ഇഷ്ടംപോലെ ബസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ അത് കാരണമാണ് നമ്മൾ അവിടെ പോയിട്ട് എടുത്തത്. മറ്റൊരു ജോലി ചെയ്തപ്പോ അത്യാവശ്യം സാലറി ഉണ്ടായിരിക്കും. നമ്മള് ആ സാലറി അന്ന് ഒരു 10,000 രൂപ 15,000 രൂപ തന്നെ ഈ 15 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഇത് നല്ലപോലെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന് ചെയ്തപ്പോ കുഴപ്പമില്ല. സ്വന്തം ജോലിയാണോ അതോ ഇനി പണിക്കാരുണ്ടോ? നമുക്ക് പണിക്കാർ 2 പേരുണ്ട്. നമ്മൾ സ്വന്തമായിട്ടും നമ്മളും ഭാര്യയുണ്ട്. എല്ലാരും സ്വന്തമായിട്ട് നമ്മളെ ചെയ്യും. എല്ലാം കറവയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവന്റെ കൂടെ നമ്മൾ തന്നെ ചെയ്യും. ശരിക്കും ആ ഒരു കേരളത്തിലെ രീതിയല്ല, ശരിക്കും തമിഴ്നാട് രീതിയാണ്. കാരണം വെച്ചാൽ കാലത്ത് 6 മണിക്ക് കാലത്ത് നമ്മൾ 5:30 മണിക്ക് കറവ തുടങ്ങും. വൈകിട്ട് 6 മണിക്ക് തുടങ്ങും. ഒരു 7:30 ഉള്ളിൽ സൊസൈറ്റിയിൽ എത്തും. ശരിക്കും അല്ല, ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. സാധാരണ ഇപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാല് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് അല്ലെങ്കിൽ 12:30 1 മണിക്കൊക്കെയാണ് ഉച്ചക്കത്തെ കറവ. ശരിക്കും ഇത് എന്താണ് വെച്ചാ നമ്മൾ ഈ രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും നമ്മൾ കറക്കുമ്പോ അതിന്റെ രാവിലെ 5 ലിറ്റർ കിട്ടിയാ വൈകിട്ട് അതേ 5 ലിറ്റർ കിട്ടും. അങ്ങനെയുണ്ട്. അപ്പൊ മാട്ടുക്ക് എന്താ അസുഖം വരില്ല. ശരിയാ. ഇത് വന്നിട്ട് വൈകിട്ട് കറന്നിട്ട് രാവിലെ കറന്നിട്ട് 2 മണിക്ക് കറക്കും. ഉച്ചക്ക് ചിലവര് ഉച്ചക്ക് കറന്ന് പിന്നെ രാവിലെ കറക്കുമ്പോ ടൈം എക്സ്റ്റെൻഡ് ആകും. അത് മടിയില് അത്തരം പാൽ ഉണ്ടാകുമ്പോ പശുക്ക് ഒരു ഇതുണ്ടാകും. ഇത് അങ്ങനെയല്ല. ഇത് കറക്റ്റ് പീരീഡ് ആണ്. കറക്റ്റ് ആയിട്ട് 6 മണിക്കും വൈകിട്ട് 6 മണിക്കും രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും അങ്ങനെ കറക്കുമ്പോ മാട്ടുകൾക്ക് എന്താ ഒരു അസുഖം വരില്ല. ഇത്തരത്തിലുള്ള രീതിയൊക്കെ അപ്പൊ അതെങ്ങനെ പഠിച്ചെടുത്തേ? ഇത് നമ്മൾ മിൽമാക്കാർ വന്നിട്ട് ഇപ്പൊ ആദ്യം ഒരു 6-7 കൊല്ലത്തിന് മുമ്പിലും ഇവിടെ BMC ഇല്ല. ഇവിടെ ഈ ക്യാനിലാണ് പാൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ 6 മണിക്ക് കറന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് കറക്കും.
മധ്യാഹ്നം വണ്ടി വന്ന് എടുത്തിട്ട് പോകും. ക്യാനിലാണ്. ഇപ്പൊ അങ്ങനെ സംവിധാനം ഇല്ല. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലെ തന്നെ കൂളർ ഉണ്ട്. പിന്നെ ഇവിടെ ഈ കൂളറിൽ ഒളിച്ചിട്ട് ഇന്ന് വൈകിട്ട് പാലും നാളെ രാവിലത്തെ പാലും ഒട്ടായിട്ട് ടാങ്കറിൽ കയറ്റിട്ട് പോകും. കൂളിംഗ് ചെയ്ത് ഒട്ടടിക്ക്. അപ്പൊ അത് കാരണം നമുക്കൊരു വളരെ സമാധാനമായി. ഇത് വന്ന് 2 പല്ലും കേട്ടാ. അപ്പൊ കന്നിപ്പേരാണ്. കന്നിപ്പേർ ഫസ്റ്റ് ആദ്യം ഇത് നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ 4 പല്ല് 2 പല്ല് ആണ് അധികം വാങ്ങാറുള്ളൂ. അതെന്തുകൊണ്ടാ? അത് വന്നിട്ട് അസുഖങ്ങൾ അധികം വരില്ല. അങ്ങനെ അസുഖം അധികം വരില്ല. നമ്മള് ഈ മടി വീക്കമൊക്കെ ഇരുന്നിട്ട് 3 കറവയിലും 4 കറവയിലും കൊണ്ടുവന്ന് വിൽക്കും. അപ്പൊ അത് നമ്മൾക്ക് അറിയില്ല. ഒരു കാമ്പ് പട്ടുപോയിരുന്നാലോ എന്തെങ്കിലും സംഭവം വന്നാലോ നമുക്ക് അത് അറിയില്ല. അപ്പൊ അത് കാരണം വന്നിട്ട് നമ്മൾ ഈ ആദ്യത്തെ പ്രസവം അങ്ങനെ 2 പല്ല് 4 പല്ലില് വാങ്ങിച്ചാ പിന്നെ അസുഖങ്ങളൊക്കെ ഒന്നും വരില്ല. നമ്മൾ ഒരു 2 ഈത്ത് 3 ഈത്ത് അങ്ങനെ 4 ഈത്ത് അങ്ങനെ വെക്കാം. കൈപ്പട വേറെ എന്ത് അസുഖങ്ങളും വരില്ല. ഏറ്റവും കുറഞ്ഞത് 4 പ്രസവം വരെ നമുക്ക് നിർത്താം. 4, 5, 6 അത് നമ്മുടെ പക്വത്തിന് അനുസരിച്ച് തീറ്റ കൊടുക്കുന്നത് അനുസരിച്ച് നമ്മൾ മാട് ഹെൽത്ത് അനുസരിച്ച് നിർത്താം. കറുത്ത പശുക്കളാണല്ലോ എന്താ? ഇതേക്ക് ഈ കറുത്ത പശു ഈ ക്ലൈമറ്റിന് അനുസരിച്ചിട്ട് വന്നിട്ട് ഈ ക്ലൈമറ്റ് ശീതോഷ്ണ നിലയുണ്ടല്ലോ, അതിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലൈമറ്റ് ചിലപ്പോ കൂടുതലായി ഏപ്രിൽ മേലൊക്കെ നല്ല ചൂടുണ്ട്. ഇവിടെ ഈ വടകരപ്പതി പഞ്ചായത്താണ്. ഇവിടെ കൂടുതലായിട്ട് ക്ലൈമറ്റ് ചൂടായിട്ടുണ്ടാകും. അപ്പൊ അധികം നമ്മൾ വെള്ള കളന്ന് വരുന്ന പശുക്കളൊക്കെ ഈ അസുഖങ്ങൾ താങ്ങില്ല. അപ്പൊ ഈ പശുക്കളാണ് കുഴപ്പമില്ല. ഈ പറഞ്ഞ ആ 2 പശുവിൽ നിന്നും പിന്നെ എത്ര നാൾ കൊണ്ടാണ് ഈ ഒരു 30 എണ്ണത്തിലേക്ക് എത്തിയത്? എത്ര നാൾ കൊണ്ട്? ഒരു 2 വർഷം, ഒരു 1.5 വർഷം, 2 വർഷം കൊണ്ട് അങ്ങനെ എത്തി. പുതിയ പശുക്കളെ വാങ്ങാൻ വേണ്ടി നമ്മൾ ലോണോ കടങ്ങളോ അങ്ങനെ വല്ലതാണോ, അതോ ഈ ഒരു പശുക്കളിൽ നിന്ന് കിട്ടിയ ലാഭമാണോ? ഇല്ല, ഈ ഒരു പശുക്കൾ കിട്ടിയ ലാഭത്തിൽ നമ്മൾ വാങ്ങാൻ പറ്റില്ല. ഇല്ല. ഈ ഷെഡും ബാക്കിയുള്ള കാര്യമൊക്കെ ഇൻവെസ്റ്റർ ഒരുപാട് പൈസ ചെയ്യാൻ പറ്റില്ല. നമ്മള് ബാങ്കിൽ ലോൺ എടുത്തു, പിന്നെ ബാക്കി ആ ലോൺ തിരിച്ചടച്ചു, പിന്നെ പശുക്കൾ വാങ്ങി, പിന്നെ അതില് വരുന്ന വരുമാനത്തും കൊണ്ട് നമ്മൾ പിന്നെയും പൈസ എടുത്തു, പിന്നെയും ബാങ്കിൽ തിരിച്ചടച്ചു. അങ്ങനെ ഇപ്പൊ ഒരുവിധം കുഴപ്പമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോൺ ഉണ്ടോ? ലോൺ ഇല്ല, ഇപ്പൊ ഒന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ പശു വളർത്തിക്ക് ഞാൻ ലോൺ നമുക്ക് അടയ്ക്കാനൊക്കെ ഉള്ള വകുപ്പ് ഉണ്ടാകും കേട്ടാ. നമ്മളുടെ ഒരു ഇതില് നമ്മൾ കൺപാർവയിൽ തന്നെ നമ്മൾ ചെയ്യണം, പണി നമ്മൾ ചെയ്യണം. ശരിയാ. നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഏത് തൊഴിൽ ചെയ്താലും അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. നമ്മൾ ഈ മാടെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും പേടിയില്ല. ആദ്യത്തെ നമ്മൾ പണിക്ക് പോണില്ല. നമ്മളുടെ ഫാം, നമ്മളുടെ ഇത്, അത് അന്ത രീതിയിൽ നമ്മൾ ചെയ്താൽ ഗുണമുണ്ട്. സ്വന്തം ഒരു ബിസിനസ്, സ്വന്തം ഒരു ബിസിനസ്. നമ്മൾ ഗുണം ഇല്ലെങ്കിലും പറയില്ല, അതൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മാടുകൾ പാവല്ല. പിന്നെ ഏറ്റവും കൂടുതൽ പാലുള്ള പശുക്കളാണ് ഇപ്പൊ ചേട്ടൻ ഇവിടെ ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം? പാൽ വന്നിട്ട് ഒരു നേരം നമ്മൾക്ക് 9 ലിറ്റർ 10 ലിറ്റർ കറവ കിട്ടും. ശരി. 20 ലിറ്റർ എന്തായാലും കിട്ടിയാലേ നമുക്ക് വന്നിട്ട് ഈ ഫീഡും ബാക്കിയുള്ള തവിടും പുണ്ണാക്കും ഈ ലേബർ കാസ്റ്റും ഒക്കെ കൊടുത്ത് ഒരു നേരം അതിക്ക് പോയാലും നമ്മൾക്ക് ബാക്കി ഒരു നേരം കിട്ടുന്ന പൈസ നമുക്ക് ഇതാകും. അതിനു വേണ്ടിയാണ്. ഇല്ലെങ്കിൽ 5 കറക്കുന്നത് ആദ്യമേ 5 കറക്കുന്നത് എടുത്താൽ അത് വന്ന് നമുക്ക് ചെലവ് ഇത്തിരി ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടിങ് കുറഞ്ഞ് എടുത്ത് പിന്നെ അതിന്റെ ഇതൊക്കെ കണക്കൊക്കെ നോക്കി നമ്മൾ വരുമ്പോ ഒരു നേരം 10 ലിറ്റർ കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ട്. അപ്പൊ അത് കാരണമാണ് അത് നോക്കി അങ്ങനെ നമ്മൾ പരിചയമായി. ഈ ഫീൽഡിൽ നമ്മൾ ഒരു 14 കൊല്ലായി ഇതിൽ വന്നിട്ട്. 14 വർഷമായി നമ്മള് ഇതൊക്കെ പഠിച്ചെടുത്തതാണ്. ആണല്ലേ? ശരി. അപ്പൊ 14 വർഷത്തെ അധ്വാനം കൊണ്ടാണ് അവസാനം ഏകദേശം ഇങ്ങനെ ഒറ്റടിക്ക് വരാൻ പറ്റില്ല. ഇത് ഒറ്റടിക്ക് നമ്മൾ പഠിച്ചു വരുമ്പോ എന്തെങ്കിലും ആകും. ഒറ്റടിക്ക് പൈസ മുടക്കി ഒറ്റടിക്ക് ചെയ്താൽ നമുക്ക് ഇതില്ല. ഇത് കുറച്ച് പഠിച്ച് ഇതിലേ വന്നതാണ്. ഞങ്ങളൊക്കെ വ്യവസായ ഫാമിലിയാണ്. എല്ലാം ആദ്യം പാരമ്പര്യമായിട്ട് വ്യവസായ ഫാമിലിയാണ്. ആദ്യമൊക്കെ പയറ് വെണ്ടയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിലൊന്നും വരുമാനമൊന്നും അത്രയ്ക്ക് ഒരു ഇതില്ല സ്റ്റാൻഡ് ആയിട്ട്. ഇതാകുമ്പോ ഡെയിലി വരുമാനം. ഇതിൽ ഡെയിലി വരുമാനമാണ്. ഇതില് 10 ആഴ്ചക്ക്
10 നാളില് പേയ്മെന്റ് ആണ്. അതെ 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 അതെ. എന്തെങ്കിലും കടം വാങ്ങിയാലും കൊടുക്കാം. എത്രത്തോളം ലിറ്റർ പാല് നമ്മൾ ഈ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്? ഫുള്ള് കൊടുക്കാണോ അതോ? ഫുള്ളും സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. ആ ഫുള്ള് നമ്മള് 130 140 ലിറ്റർ രാവിലെ രാവിലെ, വൈകിട്ട് ഒരു 120 അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു 270 280 ലിറ്റർ ടോട്ടൽ വരും. ഒരു 48 49 50 റുപ്യ 51 റുപ്യ കിട്ടുന്നുണ്ട്. ഓ, അത് ലിറ്ററില്. അടിപൊളി. ഇപ്പൊ മിൽമ ഒരു 3 റുപ്യ കയറ്റിരിക്കല്ല. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ തമിഴ്നാട് അടുത്താണ്, ഫീഡ് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. സാന്തി, KS, മിൽമ ഫീഡ് ഉണ്ട്. എല്ലാ ഫീഡും ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ അതിലെ പുല്ലും അത്യാവശ്യം പുല്ല് എല്ലാം ഇത് നേപ്പിയർ ആണ്. പിന്നെ സൈലേജ് ഒക്കെ വാങ്ങുന്നുണ്ട്. സൈലേജ് വെളിയിൽ സൈലേജ് ഇപ്പൊ എത്ര രൂപ കിട്ടണേ ഇവിടെ? സൈലേജ് 9.50 ഈ കാണുന്നൊക്കെയാണ് പശുക്കള്. ഇതെല്ലാം തന്നെ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ കേട്ടോ, എല്ലാം 2 പല്ല് 4 പല്ലാണ്. ഇതൊക്കെ വന്ന് വയസ്സായിട്ട് ഏതില്ല, എല്ലാം 2 പല്ല് 4 പല്ലാണ്. ശരി ശരി. ഫുള്ളായിട്ട് രാവിലെ നമ്മള് വന്നിട്ട് ഒരു 5 മണിക്ക് എந்திരിക്കും. ശരി. 5 മണിക്ക് എந்திരിച്ചിട്ട് പിന്നെ ഇതൊക്കെ ചാണകമൊക്കെ കോരിട്ട് 5 മണിക്ക് കുളിപ്പിക്കും. 5 മണിക്ക് കുളിപ്പിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ ഇത് നൈറ്റൊക്കെ ഇരുന്നിട്ട് ഈ ചാണകമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാകല്ലോ. ഈ പറഞ്ഞ 30 പശു ഉണ്ടല്ലോ, ഇപ്പൊ 5 മണിക്ക് എഴുന്നേറ്റാ എത്ര മണിയാകുമ്പോഴേക്കും നമുക്ക് പാല് സൊസൈറ്റിയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്? പാല് 7:15. അപ്പൊ ഒരു 2.5 മണിക്കൂർ മാക്സിമം 2.5 മണിക്കൂർ. അപ്പോഴേക്കും തീറ്റയും കഴിയും. തീറ്റയും അപ്പൊ തന്നെ വെക്കും. വെള്ളം അപ്പൊ തന്നെ കൊടുക്കും. ഇതൊക്കെ ഇൻഷുറൻസ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് എല്ലാം ഫുള്ളും എല്ലാ മാടുകളും ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. 75,000 രൂപ 1,00,000 രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ശരി. പക്ഷെ അതിൽ 5% ഇൻഷുറൻസ്. നമ്മള് ഒരു മാട്ടുക്ക് 50,000 വെച്ചാൽ അതിന്റെ 5% നമ്മൾ ഇൻഷുറൻസ് കട്ടുന്നുണ്ട്. അപ്പൊ ഇത് എന്തെങ്കിലും പശുക്ക് ഒരു അസുഖം വന്ന, എന്തെങ്കിലും പശു മരിച്ചാലോ എന്തെങ്കിലും വന്നാലോ ഫുൾ എമൗണ്ട് തന്നെ കിട്ടും. അപ്പൊ നമ്മള് ഒരു വിധം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാട് വാങ്ങുന്നത് 1 ലക്ഷം അല്ലേ? 1 ലക്ഷം 1 10 1 20 1 30 അല്ലേ? അപ്പൊ ഇൻഷുറൻസ് ചെയ്യാണ്ടിരുന്ന എന്തെങ്കിലും അസുഖം വന്നാ പട്ടുപോകും. അപ്പൊ ലാസ് ആണ്. ഈ കാണുന്ന പശുക്കളെല്ലാം ഈറോഡ് മാർക്കറ്റിലാണ്. ഇതെല്ലാം എല്ലാമേ ഈറോഡ് മാർക്കറ്റ് തന്നെ കേട്ടോ. അവിടെ ഉണ്ട്, ആ സൈഡിലുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? നമ്മുടെ രണ്ടാമത്തെ തൊഴുത്ത് അല്ലേ? രണ്ടാമത്തെ തൊഴുത്ത്, മൂന്നാമത്തെ തൊഴുത്ത്. ഇപ്പുറം 3 അല്ലേ? ഇതൊക്കെ ഇത് നമ്മുടെ ഷാഫ് കട്ടർ അല്ലേ? ഷാഫ് കട്ടറാണ്. ഇവിടെ ഉള്ളത് ഒരു ക്രോസിന് നിപ്പുണ്ട്. ഇതൊരു ജേഴ്സി ക്രോസ്. അത്യാവശ്യം ഇതും എല്ലാം എനിക്ക് തോന്നുന്നു 1ാം പ്രസവം 2ാം പ്രസവം മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന മുട്ട പശു ഇത് എവിടെ നിന്ന് എടുത്തേട്ടാ? ഇത് മുട്ട എടുത്തു, മുട്ട എടുക്കാറുണ്ട്. അത് എവിടെ നിന്ന് എടുത്തേ? ഈറോഡാണ്. നിങ്ങളാണ് കണ്ടു, ഈറോഡില് ഇതൊക്കെ കണ്ടു. അതെ. ഇത് ഈറോഡാണ്. എല്ലാം ഈറോഡ് മാത്രം എടുക്കണം നമ്മളല്ലേ? ഈറോഡാണ്. ഈറോഡ് മാത്രമാണ് നമുക്കപ്പൊ ഈറോഡിന് വിശ്വാസം നമുക്കല്ലേ? വിശ്വാസം. അവിടെ എല്ലാം നിറയെ പശുക്കൾ ഉണ്ടല്ലോ കേട്ടാ. അപ്പൊ നമ്മൾ നോക്കിയെടുക്കാം. ഇപ്പൊ ഈറോഡിന് പരസ്യമായി പോകില്ല, നോക്കിയെടുക്കാം. ആണല്ലേ? ശരി ശരി ശരി. ഇവിടെ നിന്ന് ഒരു 140 കിലോമീറ്റർ ഉണ്ട്. പിന്നെ കുട്ടികളെ വളർത്താറുണ്ടോ ചേട്ടാ? കുട്ടികള് വളർത്താറുണ്ട്. കുട്ടികളെ ഇതൊരു കുട്ടിയുണ്ട്, ഇത്തരത്തിലെ കുട്ടികളെ വളർത്തിയ നമുക്ക് ഗുണമാണോ? ഗുണം ഒരു 14 മാസം കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് വളർത്തിയ ചെന യൂസ് ചെയ്താ 14 മാസം കൊണ്ട് ചെന യൂസ് ചെയ്താ. 18 മാസമാണ് ഇതിന്റെ ടൈം. നമ്മൾ നല്ലപോലെ വളർത്തിയ 14 മാസത്തിൽ 14 വയസ്സിൽ കുത്തിവെച്ചിട്ട് നമ്മൾ അതും ഒരു ഇത് ലാഭം തന്നെ. നമ്മളിപ്പോ ഇവർക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കണേ? ഇവർക്ക് വന്നിട്ട് ഇതാണ് സൈലേജ് കേട്ടാ. സൈലേജ് എവിടെ നിന്ന് വന്നേട്ടാ? സൈലേജ് വന്നിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇല്ല, ഇവിടെ വന്ന് പൊള്ളാച്ചി ഭാഗത്ത് നിന്നാണ് വരുന്നത്. പൊള്ളാച്ചിയിൽ നിന്നാണ്. പിന്നെ ഫീഡും ബാക്കിയുള്ള നമ്മുടെ അൾട്ടിമ ആണ്. അൾട്ടിമ പ്ലസ് ആണ്. കാണുന്നത് ടൈപ്പ് 1 ഫീഡ്. പിന്നെ ഈ അണ്ണക്കിളിന്റെ പരുത്തിക്കുരു ഇത് വന്നിട്ട് കാൽഷ്യം കുറവാകില്ല. മാട്ടിക്ക് നല്ല ഇതാണ്, ഫാറ്റ് കൂടുതൽ വരും. ഇത് വന്നിട്ട് ഇത് 1 കിലോ കൊടുക്കും. മാട്ടിന് 1 കിലോ വെച്ചിട്ട് രാവിലെ 1 കിലോ വൈകിട്ട് 1 കിലോ കൊടുക്കും. നല്ല ഫാറ്റ് കിട്ടും. പക്ഷെ ഒന്നും അസുഖങ്ങൾ വരില്ല. പരുത്തിക്കൂറ് ഉണ്ടല്ലോ, ഒറിജിനൽ പരുത്തിക്കൂറ് അരച്ചതാണ്. ശരി ശരി, അടിപൊളിട്ടാ. അരച്ചതാണ് ശരിക്കും. അപ്പൊ ടൈപ്പ് 1 ഫീഡ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ കാണുന്നത് ടൈപ്പ് 1 ഫീഡാണ്. ഈ ഒരു ഫീഡ് കൊടുത്തിട്ട് ശരിക്കും ചേട്ടൻ എന്താ ഒരു ഗുണമായിട്ട് തോന്നുന്നു? ഇത് കുഴപ്പമില്ല കേട്ടാ. നമ്മൾ നല്ലപോലെ കറവ് ആദ്യം തൊട്ട് ഇത് തന്നെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആണല്ലേ? നമുക്ക് വന്നിട്ട് സെയിം അതിന്റെ നല്ലപോലെ മിൽക്ക് ഈൽഡൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മള് ഓസോമിൻ കൊടുക്കുന്നുണ്ട്. ഓസോമിൻ കൊടുക്കുന്നുണ്ട്. കാൽഷ്യം 30 ml ദിവസം 30 ml കൊടുക്കുന്നുണ്ട്. പിന്നെ അണാബോളായിട്ട് ഇത് കണ്ണിട്ട് കളിഞ്ഞ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ണിടാൻ മുമ്പില് ഈ മെറ്റാബോളൈറ്റ് കൊടുക്കുന്നുണ്ട്.
ഈ കണ്ണിടാൻ മുമ്പിൽ 20 ദിവസത്തിന് മുമ്പിൽ കാൽസ്യം ഉണ്ട്, വിർബാക്ക് കമ്പനി ഉണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. ആണല്ലേ? ഇതൊക്കെ ശരിക്കും പശുവിന് വേണ്ടിയുള്ള ഒരു ഷെഡാണ് ഇവിടെ. ഇത് ഒരു സെഡാണ് എല്ലാം ഇവിടെ. എക്സ്ട്രാ സെഡാണ് ഇതിൽ സ്റ്റോക്ക് വെച്ചിട്ട്. പിന്നെ വൈക്കോളൊക്കെ ആ സെഡിലുണ്ട്. അതെ അതെ അതെ. പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ. പിന്നെ ഈ അണ്ണക്കിളിന്റെ പരുത്തിക്കുരു അരച്ചതാണ്. അണ്ണക്കിളി പുണ്ണാക്കിന്റെ അരച്ച പരുത്തിക്കൊട്ടയുടെ ഇതാണ്. പിന്നെ കൊടുക്കുന്നത് സൈലേജും പിന്നെ ഒരു CMS പറഞ്ഞിട്ട് ഇന്നൊരു കളപ്പ് തീവനം ഉണ്ട്. അത് കളിഞ്ഞു പോയി ആണല്ലേ. അപ്പൊ അതൊന്നും കൊടുക്കുന്നുണ്ട്. ശരി. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പശുവിന് ഒരു നേരം നമ്മൾ എത്ര കിലോ കൊടുക്കും? ഒരു നേരം വന്നിട്ട് ഒരു 4 കിലോ എന്തായാലും കൊടുക്കണം. അപ്പൊ 4 നാല് 8 കിലോ. 8 കിലോ ഇതും. പിന്നെ പുല്ല് പുല്ല് വന്നിട്ട് ഒരു സൈലേജ് പറഞ്ഞ രാവിലെ ഒരു 7 കിലോ 8 കിലോ ഒരു മാട്ടിക്ക് കൊടുക്കണം. അങ്ങനെ ഒരു എക്സ്ട്രാ 7 കിലോ കൊടുക്കണം. 7 കിലോ മാട്ടിന് വെയിറ്റിന് അനുസരിച്ചിട്ട് ഒരു 7-8 കിലോ കൊടുക്കണം. അങ്ങനെ. പിന്നെ ഈ ഇതിന്റെ നേപ്പിയർ പുല്ല് കുറച്ച് കൊടുത്താൽ മതി. അധികം വേണ്ട, കുറച്ച് കൊടുത്താൽ മതി. ഇവിടെ ഉണ്ടല്ലോ ഒരു ഷാഫ് കട്ടർ. ഇവിടെ ഉണ്ട്. ഈ ഷാഫ് കട്ടറാണ് ഇപ്പൊ വാങ്ങിച്ചത്. അത് വേറെ ഒരു ഷെഡ് റെഡിയാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെച്ചു. ശരി. അപ്പൊ അടുത്ത ഷെഡ്, മൂന്നാമത്തെ ഷെഡ് ഈ കാണുന്ന ഇത് ഇനി ഒരു 20 ദിവസത്തില് കണ്ണിടാൻ പോകുന്നുണ്ട് കേട്ടാ. രണ്ടാം പശു. ഇതൊക്കെ ചെനപ്പശുവാണ്. ചെനപ്പശുക്കൾക്ക് മാത്രമുള്ള ഷെഡ്. ചെനപ്പശു ഒരു 10-15 ദിവസത്തിലൊക്കെ ഇതൊക്കെ ആണല്ലേ. ഈ കാണുന്ന പശുക്കളെ അപ്പൊ കഴിഞ്ഞ പ്രസവത്തിന് വാങ്ങിച്ചതാണോ? ഇതൊക്കെ കഴിഞ്ഞ പ്രസവത്തിൽ വാങ്ങിച്ചതാണ്. അവിടെ ഈരോഡിൽ വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഈരോഡിൽ വാങ്ങിച്ചതാണ്. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഒരു 1.30 1.40 ഇപ്പോഴത്തെ അവസ്ഥയിൽ റേറ്റ്. ശരിക്കും ഇതിനെ ഒന്ന് മുതലാക്കി എടുക്കാൻ എത്ര പ്രസവം നമുക്ക് ഏറ്റവും കുറഞ്ഞ് നിർത്തണം? ഒരു എങ്ങനെയായാലും ഒരു 3-4 പ്രസവം നിർത്തണം കേട്ടാ. വേണം. നമ്മള് ചെന പിടിക്കണം. ഇതില് പ്രത്യേകം വന്നിട്ട് കുത്തിവെച്ച് നമ്മൾ ഒരു 3 മാസത്തില് ഈ കണ്ണിട്ടിട്ട് ഒരു 2 മാസം കുത്തിവെക്കാൻ വെക്കില്ല ആരും. കറവ വന്ന് ഫുൾ കറവ കിട്ടും 2 മാസം. 2 മാസം കഴിഞ്ഞ് ഹീட்டுக்கு വരും പശു. ഹീட்டுக்கு വന്നാ 2 മാസം കുത്തിവെച്ചിട്ട് ഒരു കുത്തിവെപ്പില് അല്ലെങ്കിൽ 2 കുത്തിവെപ്പില് ചെന പിടിക്കണം. ചെന പിടിച്ചാലേ നമുക്ക് വന്നിട്ട് മുന്നോട്ട് എല്ലാം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത് കുറച്ച് ഇതായി വരും. ചെന പിടിക്കാറുണ്ടോ? ചെന പിടിക്കാറുണ്ട്, കുഴപ്പമില്ല. നമ്മള് ഈ കാൽസ്യം ബാക്കിയുള്ള മിനറൽസ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അത് കാരണം വന്നിട്ട് നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെ പോകും. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ എങ്ങനെയാ? സപ്പോർട്ട് കുഴപ്പമില്ല കേട്ടോ. അത് സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ട്, ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. ഓണത്തിന് ഇൻസെന്റീവ് നമുക്ക് 2 രൂപ കിട്ടി. അടിപൊളി. ഇപ്പൊ 6ാമത് മാസത്തിന്റെ ഇൻസെന്റീവ് 2 രൂപ വെച്ച് കിട്ടി. ശരിക്കും അപ്പൊ അധ്വാനിക്കുന്നതിന് ഒരു പ്രതിഫലം ഉണ്ട്. ഉണ്ട്. അത് കേരളയില് പ്രത്യേകം, നമ്മള് തമിഴ്നാട്ടിക്കാട്ടിലും കേരളയില് പ്രത്യേകം ഒരു ഗുണമുണ്ട്. അടിപൊളി ഗുണമുണ്ട്. ഇല്ലെങ്കിലും നമ്മള് ഇതില് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഗുണമുണ്ട്. നമ്മള് അത് ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് വേറെ കടം വെച്ചിട്ട് ഈ പശുക്കള് മുതലാകില്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയാൽ കറക്റ്റ്. ശരിക്കും ഇതിൽ അധ്വാനം ഉണ്ട്. സ്വന്തമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാം. ഇതുപോലത്തെ എത്ര പശു നമുക്ക് ഉണ്ടെങ്കിൽ ഒരു 10-25,000 രൂപ, ഇത് ഒരു ജോലിക്ക് ഏറ്റവും കുറച്ച് 25,000 രൂപ കിട്ടും. അപ്പൊ ഒരു 10-25,000 രൂപ കിട്ടുമെങ്കിൽ നമുക്ക് എത്ര പശു വേണം ചേട്ടാ? നമ്മൾ ഒരു 5 പശു വെച്ചാല് ഇതിന്റെ മുതൽ നമ്മൾക്ക് കിട്ടും. അടിപൊളി. ഒരു 5 പശു. 5 എണ്ണം കറവ് വേണം. നമുക്ക് ഒരു 2 എണ്ണം ചെനയിലേക്ക് 3 എണ്ണം കറന്നുകൊണ്ടിരിക്കും. ജനയായിരുന്നാലും ഈ 3 എണ്ണത്തിന് വെച്ചിട്ട് സുഖമായിട്ട് ജീവിതം കൊണ്ടുപോകാം. ഇതിന്റെ 25,000 ഇന്ന് ഒരു എവിടെ ജോലിക്ക് പോയാലും ഒരു 20,000 നല്ല എന്ത് പഠിപ്പ് പഠിച്ചാലും ഒരു 20,000 25,000 തന്നെ കിട്ടും. പക്ഷെ ഇത് ഒരു 5 മാട് വെച്ചിട്ട് വേറെ ഒരു രാവിലെ 2 മണി നേരത്തെ പണി, വൈകിട്ട് 2 മണി നേരത്തെ പണി ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത ഗുണം ശരിക്കും ഉണ്ട്. ഇൻട്രസ്റ്റ് വേണം. ചാണം കാണുമ്പോ അയ്യെന്ന് പറയരുത്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളുടെ തൊഴിലല്ലേ. അത് നമുക്കൊക്കെ ഇതൊക്കെ അങ്ങനെയൊന്നുമില്ല. അത് അങ്ങനെയൊന്നുമില്ല. ഇത് ബാക്കിയുള്ള ചാണമോ ബാക്കിയുള്ളത് അത് നനച്ചിട്ട് നമ്മൾ പണി ചെയ്താൽ പിന്നെ അത് ശരിയാകും. ഇപ്പൊ ചേട്ടൻ വെള്ളം കൊടുത്തതും ഇല്ല, ഞാൻ വെളിയിൽ പോയിട്ടാണ് വന്നത്. വെളിയിൽ പോയിട്ടാണ് വന്നത്. ഇനി നമ്മുടെ യൂണിഫോം ഇത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പണി ചെയ്തു. അതാണ്. ഇപ്പൊ ഇവിടെ 3 തൊഴുത്ത് കാണുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ തൊഴുത്ത് ഏതാ? ആദ്യത്തെ ഉള്ളത് ഇതാണ്. ഇത് തന്നെ ഫസ്റ്റ് നമ്മള് എനിക്ക് വീടിനോട് ചേർന്ന് ഇതാണ് ഫസ്റ്റ് ചെയ്തത്. ഇതാണ്. പിന്നെ ഈ തൊഴുത്ത് ചെയ്തു, 2ാമത്തെ തൊഴുത്ത് ഇത് ചെയ്തു, പിന്നെ 3ാമത്തെ തൊഴുത്ത് അത് ചെയ്തു, 4ാമത്തെ തൊഴുത്ത് അത് ചെയ്തു, 5ാമത്തെ തൊഴുത്ത് അത് ചെയ്തു. 5ാമത്തെ ഫീഡ് വെക്കുന്നത് അതൊക്കെ പുല്ലൊക്കെ ഉണ്ട്. അത് ഇടം വന്നിട്ട് നമ്മള് ഈ ഇങ്ങനെ ഒരു
3.5 ഏക്കർ ഉണ്ട് നമുക്ക് ആ. സ്ഥലം. ആ. അപ്പൊ ഫസ്റ്റ് ഫ്രണ്ടേജിൽ ഈ ഒരു 50 സെന്റേ ഉള്ളൂ. പിന്നെ ബാക്കി ബാക്കിലാണ്. അപ്പൊ അത് കാരണമാണ് ഒരേ സെഡ് വലുത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം സെപ്പറേറ്റ് ആയിട്ട് ഇടത്ത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 6-7 പശുക്കൾ നിർത്താം. 7 പശുക്കൾ ഇതിലൊക്കെ നിർത്താം. ഇത് 32 അടി നീളം, ഒരു 11 അടി അകലം ഉണ്ട്. 32 അടി നീളം, 32 അടി നീളം. ഇത് അകലം വന്നിട്ട് 11 അടി ഉണ്ട്. 11 അടി ഉണ്ട്. ഉൾക്കൂട് 11 അടി. പിന്നെ വെളിയിൽ ബാക്കിയുള്ളത് ഉൾക്കൂട് 11 അടി ഉണ്ട്. ഇത് മതി. പിന്നെ റബ്ബർ മാറ്റ് ഇട്ടിട്ടുണ്ട്. റബ്ബർ മാറ്റ് ഒക്കെ സബ്സിഡിയോടെ കിട്ടി. അടിപൊളി. അങ്ങനെ വേണം. സബ്സിഡിയോടെ കിട്ടി. കറണ്ട് പോയാലും ഉപയോഗിക്കാൻ വേണ്ടി ജനറേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയിട്ട്. പിന്നെ മിൽക്കിംഗ് മെഷീൻ 2 ഉണ്ട്. ഡി ലെവൽ ഉണ്ട്. ഡി ലെവൽ ഫസ്റ്റ് വാങ്ങിച്ചത്. പിന്നെ ശ്രീം ഡയറിയിൽ ഒന്ന് വാങ്ങിച്ചത് അവിടെ ഉണ്ട്. ഡി ലെവൽ ഇവിടെ. ഈ കാണുന്ന തൊഴുത്തിൽ ഇപ്പൊ ഇവരെ കുളിപ്പിക്കുന്ന വെള്ളം, ചാണകം, മൂത്രമൊക്കെ അതെങ്ങനെ ഇവിടുന്ന്? ഇത് പൈപ്പാണ് കേട്ടാ. ഇത് അങ്ങനെ നമ്മള് പൈപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മള് തെങ്ങുണ്ട്, തെങ്ങിൻ തോട്ടത്തിലേക്ക് അവിടെ സ്ട്രേറ്റ് അങ്ങനെ പോകും. സ്ട്രേറ്റ് പോകും. ഇവിടെ നിന്ന് കഴുകി വിട്ടാൽ മതി. ക്ലീൻ ചെയ്ത് വിട്ടാൽ അങ്ങനെ പോകും. അപ്പൊ ചാണകമൊക്കെ എന്ത് ചെയ്യും? ചാണം നമ്മൾ വന്നിട്ട് ഒരു 3.5 ഏക്കർ കൃഷിയുണ്ട്. അതിന് വന്നിട്ട് നമ്മൾ വെളിയിൽ പുറത്ത് വാങ്ങില്ല. വെളിയിൽ വിലക്ക് വാങ്ങില്ല. അപ്പൊ ഉണക്കാനും സമയമില്ല. നമ്മള് ഒരു 6 മാസം അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നെ ആളുകളെ കൊണ്ട് ഉള്ളിൽ തന്നെ തെങ്ങൊക്കെ തന്നെ ഇടും. പിന്നെ വെളിയിൽ വിലക്ക് കൊടുക്കും. വെളിയില് ഈ ചാണം വന്നിട്ട് ഒരു 2,500 രൂപയ്ക്ക് പോകുന്നുണ്ട്. ട്രാക്ടറിന് 2,500. ട്രാക്ടർക്ക് നമ്മൾ 2,500. നമ്മുടെ ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാക്കിന് 350 രൂപ. ഇവര് 2,500 രൂപയ്ക്ക് കിട്ടും. ഇവിടെ പിന്നെ എല്ലാവരുടെ പശു ഉള്ളത് കൊണ്ട് 2,500 രൂപ കിട്ടും. പശു വളർത്തിയാൽ നമുക്ക് മറ്റെങ്ങോട്ടും പോകാൻ പറ്റൂല. നമുക്ക് വന്നിട്ട് ഏട്ടാ എങ്ങനെയാ ഇപ്പൊ നമ്മൾക്ക് ഒരു വീട്ടില് വീട്ടില് ഭാര്യയുണ്ട്, പണിക്കാരുണ്ട്. നമ്മൾ വീട്ടിലുള്ളവരും നമുക്ക് സഹായിക്കണം. അത് ഒരാൾ ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. ആൾ വേണം. നമ്മൾ ഇല്ലെങ്കിലും ഏതോ നേരത്തിൽ വേറെ ആളുകൾ പെട്ടെന്ന് തന്നെ നോക്കണം. അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്താലേ ഈ കാര്യം നടക്കുള്ളൂ. സത്യം പറയുന്നത് കറക്റ്റാണ്. ഏട്ടൻ പറയുന്നത് നമ്മൾ എവിടെയും പോകാൻ പറ്റില്ല. ചിലപ്പോ ദിടീർന്ന് എവിടെയെങ്കിലും ഏതോ ഒരു ജോലി നമുക്ക് വരും. നമ്മൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് തന്നെ ഇതൊക്കെ കറക്റ്റായിട്ട് തീറ്റ കൊടുത്ത്, തണ്ണി കൊടുത്ത്, വെള്ളം കൊടുത്ത് എല്ലാം ചെയ്തിട്ട് തന്നെ നമ്മൾ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ പണിക്കാറുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കും. അവര് നോക്കിയോളും. ഇത്രയും പശു ഉള്ളതുകൊണ്ട് പണിക്കാർക്കും സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിപ്പോ ചേട്ടനും വൈഫും മാത്രം വളർത്താണ്, നമുക്ക് പണിക്കാരില്ലെന്ന് വെക്കാം. എത്ര പശുവിനൊരു മാക്സിമം വളർത്താൻ പറ്റും? 15 പശുക്കൾ നമ്മളെ വളർത്താം. ആണല്ലേ? 15 പശുക്കൾ നമ്മളെ 2 പേരും കൂടി 15 പശുക്കൾ നോക്കാം. അടിപൊളി. 15 എണ്ണം. അതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ പണിക്കാർ വേണം. 15 എണ്ണം നമ്മള് ഒരു 2 ആള് 15 എണ്ണം ഈസി ആയിട്ട് ഞങ്ങള് നോക്കല്ലേ. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ. പിന്നെ ബാക്കി പിന്നെയാണ് ജോലിക്കാർ വന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 7 കൊല്ലമായിട്ട് ജോലിക്കാരുണ്ട്. പശു എന്ന് പറയുന്നത് ലാഭം മാത്രമല്ല, നഷ്ടങ്ങൾ വരാം. ഇതിപ്പോ ഇത്ര 15 വർഷത്തിന്റെ ഇടയ്ക്ക് ചേട്ടന് മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ അങ്ങനെ ഒരു ഈ റോഡില് പശുക്കൾ എടുത്ത് വന്ന് നമ്മൾ വന്നിട്ട് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു 10 ദിവസം തന്നെ വേണം 10 ദിവസം നിന്നു. 10 ദിവസത്തിൽ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റില്ല. അവർ വന്നിട്ട് ഈ ചെനമാട് ഇൻഷുറൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കമ്പനിക്കാർ. കണ്ണിട്ടാല് ഇൻഷുറൻസ് ചെയ്യാം. അവര് വന്നിട്ട് കണ്ണ് ഇട്ടാലേ ഇൻഷുറൻസ് ചെയ്യും. അങ്ങനെ ഒരു 2 ബസ് പട്ടുപോയിട്ടുണ്ട് ഒരു 6-7 കൊല്ലത്തിന് മുമ്പ്. അതായത് ഒരു 2 ലക്ഷം രൂപ പോയി. 2 ലക്ഷം രൂപ പോയി. ഗവൺമെന്റ് സപ്പോർട്ടെല്ലാം കിട്ടി? സപ്പോർട്ട് ഒന്നും ഇല്ല. സൊസൈറ്റിയിൽ നിന്ന് ഒരു 15,000 രൂപ ഒരു മാട്ടിക്ക് വെച്ച് കിട്ടി. ഒരു 30 രൂപ കിട്ടി. 30 രൂപ കിട്ടി. ബാക്കി അപ്പൊ 1,70,000 രൂപ പോയി. 70,000 രൂപ പോയി. ആ ഒരു നഷ്ടം ഒന്ന് നികത്തി എടുക്കാൻ എത്ര നാൾ വന്നു? അത് വന്നിട്ട് എപ്പോഴും ഒരു 3 മാസം 4 മാസം പിടിക്കും. അതൊന്ന് അടുത്ത ബസ് വന്നിട്ട് നമ്മള് റെഡിയാക്കിയിട്ട് ചെയ്യാണ്. ഇതിലും വെച്ചിട്ട് ഇതിന്റെ പശുക്കളിന്റെ ഒരു പൈസ വെച്ചിട്ട് നമ്മള് റെഡിയാക്കണമെങ്കിൽ ഒരു 3 മാസം 4 മാസം 5 മാസം ആകും. എടുക്കും. അങ്ങനെ ഒരു അവസ്ഥയും വന്നു ശരിക്കും. അല്ല, അപ്പൊ ലാഭം മാത്രമല്ല, ഇതിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ശരിക്കും ഇതിനെ കുറിച്ച് പഠിച്ചിരിക്കണം. നമ്മൾ മടിവീക്കമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇതിൽ വരുന്ന അസുഖം മടിവീക്കം പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കണം. മടിവീക്കം വന്നാൽ അപ്പൊ തന്നെ നമ്മൾ നോക്കിയാലേ. മടിവീക്കം വന്നാൽ അതെങ്ങനെ നമ്മൾ അറിയാം, ഒന്ന് പറയാൻ പറ്റും? അറിയാം കേട്ടോ. അത് വന്നിട്ട് മടിവീക്കം വരുമ്പോൾ നമ്മൾ കറക്കല്ലോ. കറക്കുമ്പോൾ നമ്മൾ ഇപ്പൊ മെഷീനിലാണ് കറക്കുന്നത്. മെഷീനിൽ കറക്കുമ്പോൾ തന്നെ
നമ്മൾ ഇത് എങ്ങനെ ഒരു മാട് രണ്ട് മാട് അങ്ങനെ കറക്കുമ്പോൾ മാട് ആടും ലൈറ്റ് ആയിട്ട് വീങ്ങിയിരിക്കും, മടിയൊക്കെ വീങ്ങി അതെ 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 വീക്കം വരും വീക്കം വരും. അപ്പൊ വീക്കം വന്നാൽ നമുക്ക് അത് അറിയണം. അത് ഈ ഫീൽഡിൽ ഇരുന്നാൽ തന്നെ നമ്മൾക്ക് അത് പെട്ടെന്ന് അറിയും. പശു വളർത്തിയതൊക്കെ അറിഞ്ഞു വരും എല്ലാം അറിഞ്ഞു വരും. അത് പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം, പെട്ടെന്ന് ഒരു 2 മണിക്കൂറിൽ ചെയ്യണം. ഇല്ലെങ്കിൽ അത് മണിക്കൂർ കണക്ക് എടുത്താ ഈ പറഞ്ഞ 2 മണിക്കൂറിന്റെ ഡോക്ടർ എത്തും. ഡോക്ടർ എത്തും. നമ്മള് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഞങ്ങളെ ചെയ്യും. ഞങ്ങളെ ഓസിപ്പോ ഇഞ്ചക്ഷന്, ബാക്കിയുള്ള എൻഡ്രോ ടാബ്ലറ്റ്, ഇത് ഹീലന്റ്, ഇതുണ്ട് ഓയിൽമെന്റ്, ഇതൊക്കെ നമ്മളെ തന്നെ ആദ്യം ചെയ്യും. നമ്മൾ തന്നെ ആദ്യം കുറച്ച് പഠിച്ചെടുത്തിരിക്കണം. ഇല്ലെങ്കിൽ വന്ന് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ എത്തുമ്പോ ഇത് മടി ലേറ്റ് കാമ്പൊക്കെ പോകും. അല്ല, ഡോക്ടറുടെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഡോക്ടർ ഉണ്ട്, അടുത്തുണ്ട്. ആണല്ലേ? ഈ വടകരപ്പതി പഞ്ചായത്തിക്ക് ഒരു ഡോക്ടർ തന്നെ 18 വാർഡ് ഉണ്ട്. അപ്പൊ ഒരു പഞ്ചായത്തിക്ക് ഒരു ഡോക്ടർ ഉണ്ട്. ആണല്ലേ? അവർ എത്തുന്നുണ്ട്. അവരുടെ സർവീസ് ഒക്കെ അടിപൊളിയാണ്. ഇതിൽ ഞാൻ AI ചെയ്യുന്നുണ്ട്. അപ്പോ അത് കാരണമാണ് നമുക്ക് ഇതൊക്കെ കുറിച്ച് ഈ ചെനയൂസിയൊക്കെ നാണേ ഇടും. നാണേ ഇടും. അപ്പൊ ഞാൻ ഇത് കുറച്ച് മരുന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇത്തരത്തിലുള്ള പശുക്കൾക്ക് ഇംഗ്ലീഷ് മെഡിസിൻ അല്ലാതെ ഈ നാടൻ മരുന്നുകളെല്ലാം ചെയ്യാറുണ്ടോ? നാടൻ മരുന്നുകൾ ചെയ്യാറുണ്ട് കേട്ടാ. അത് ഹോമിയോപ്പതി മിൽമ മൂല്യമായിട്ട് കിട്ടിയിരുന്നു. മറ്റേ ഹോമിയോ മരുന്നുകൾ ചെയ്യാറുണ്ട്. അത് കിട്ടിയിരുന്നു. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് നമ്മൾക്ക് കിട്ടില്ല. അതാണ് സംഭവം. ഇത് പെട്ടെന്ന് ഒരു ദിവസം എടുക്കും. ഇത് ഇംഗ്ലീഷ് മെഡിസിൻ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് റിസൾട്ട് ആണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് മെഡിസിൻ നമുക്ക് നല്ലത്. അതാണ്. അപ്പൊ എന്തായാലും പശു നല്ലൊരു ജീവിതമാർഗം തന്നെ. നല്ല ഒരു ഇതാണ്. ഈ ഷെഡ്, ഈ വീട്, ബാക്കിയുള്ളത് കാറ്, ബാക്കിയുള്ളതൊക്കെ ഇതില് തന്നെ എല്ലാം നമ്മൾ ജീവിച്ച് വരുന്നുണ്ടെങ്കിൽ വ്യവസായം ഉണ്ട്. നമ്മൾക്ക് ഇതൊക്കെ ദൈവങ്ങളാണ് ഉറപ്പായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം തരുന്നവർ മഹാലക്ഷ്മികളാണ്, ദൈവങ്ങളാണ്. അത് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 15 വർഷമായല്ലോ. ഇപ്പൊ പല ചെറുപ്പക്കാർക്കും ഈ പറഞ്ഞ പശു വളർത്തൽ മേഖലയോട്ട് കടന്നു വരാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ അങ്ങനെ കടന്നു വരുമ്പോ അധ്വാനിച്ചാൽ നല്ലൊരു ലാഭം കിട്ടും കേട്ടാ. ഇതില് വന്നിട്ട് നമ്മള് ഒരു എന്താന്ന് വെച്ചാ നമ്മള് വേണ്ടാണ്, അയ്യോ നമുക്ക് മുടിയില്ല, അങ്ങനെ ഇങ്ങനെ പോയാൽ കളിഞ്ഞു. ഏത് തൊഴിലും ഈ തൊഴിലല്ല, നമ്മൾ ഏത് തൊഴിലും ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് തന്നെ ചെയ്യണം. ഏത് തൊഴിലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് മടിയായി കഴിഞ്ഞാൽ ആ തൊഴിൽ തീർന്നു. അപ്പൊ അത് കാരണമാണ് ഇതിൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു ചെറിയ വീഴ്ച വന്നെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ പാടില്ല. അതാണ് ഏതും നമ്മൾ ഫേസ് പണ്ണാൻ തയ്യാറായിട്ടിരിക്കണം. നമ്മൾ ഇനി കാണാൻ പോകുന്നത് സേവലുകൾ മാത്രം. ഇങ്ങനത്തെ കൂടുകൾ ഇട്ടാണല്ലേ? ഇങ്ങനത്തെ കൂടുകൾ ഇട്ടിട്ട് അങ്ങനെ വെള്ളം ബാക്കിയുള്ള തീറ്റയൊക്കെ വെക്കും. ഇതിന്റെ വിൽപ്പന ഉണ്ടോ കേട്ടോ? വിൽപ്പന ഉണ്ട് കേട്ടാ. ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോകും. 7000, 8000, 9000, 10. ഇതൊക്കെ കൊത്തുകോളികളാണ് കേട്ടാ. എല്ലാം ഇവിടെ വളർത്തിയെടുക്കുന്നതാണോ? ഇവിടെ നമ്മൾ കുഞ്ചുകളായിട്ട് അതാ നോക്കുക, അതൊക്കെ മേഞ്ഞിട്ടിരിക്കുന്നു. അങ്ങനെ കുഞ്ചുകളായിട്ട് ചെറിയ കുഞ്ചുകളിൽ ഒരു വാങ്ങി ഒരു 250 രൂപ കൊടുത്തിട്ട് കുഞ്ചുകൾ വാങ്ങും. വാങ്ങിച്ചിട്ട് അങ്ങനെ അത് പിന്നെ വളർത്തി ശരിക്കും വലുതാക്കുന്നല്ലേ? പശു ഫാമിൽ നിന്ന് കിട്ടുന്ന പൈസ വീണ്ടും പശു ഫാമിലേക്ക് അതിൽ തന്നെ ഇടണം. നമ്മൾ വേറെ ഇട്ടിട്ട് നഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെങ്ങനെയാട്ടോ ഒന്ന് പറയാവോ? അതായത് തുടക്കമൊക്കെ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടും, കാരണം പാല് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും ശരിക്കും. അപ്പൊ അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വന്നിട്ട് പാൽ കിട്ടിക്കളിഞ്ഞാൽ ഇപ്പൊ ആഴ്ചയിൽ ഒരു 50,000 രൂപ നമ്മൾക്ക് പൈസ കിട്ടണമെന്ന് വെച്ചാൽ 25,000 രൂപ അതിന് തന്നെ ഇടണം. പശുക്കളെ വാങ്ങാനോ ബാക്കിയുള്ള ചെലവും ബാക്കിയുള്ള 25,000 രൂപ നമ്മൾ അങ്ങനെ എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഇട്ടിട്ട് കടനോ ബാക്കിയുള്ളത് ഇട്ട് കളഞ്ഞാൽ പിന്നെ ഇതിന്റെ കടൻ കട്ടാൻ പറ്റില്ല. ഇത് ഫീഡ് തീറ്റന്റെ കട്ടാൻ പറ്റില്ല. ഒരു 2 വാരം അങ്ങനെ പോയി കളിഞ്ഞാൽ കട്ടാൻ പറ്റില്ല. പിന്നെ ലാസ് ആയിട്ട് നമ്മൾ വരും. ശരി. അതാണ്. അതുകൊണ്ട് ഒരിക്കലും ആഴ്ചക്ക് എങ്ങനെ ചെലവുണ്ടോ ആ ചെലവ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യം നമ്മൾ ചെയ്താൽ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോവാം. അതായത് മറ്റൊരു സ്ഥലത്തേക്ക് ആ ഒരു പണം പോകരുത്. ഇതാണ് നേപ്പിയർ പില്ലിങ്. ഫുള്ള് നേപ്പിയർ ഉണ്ട്. ഈ ഒരു സ്ഥലം മൊത്തം നടന്ന് കാണാം കേട്ടോ. ഇതന്നെ കേട്ടോ 4 ഏക്കർ ഉണ്ട്. ഫുള്ളായിട്ട് നേപ്പിയർ തന്നെ. ആണല്ലേ? ഇവിടെ കുട്ടികൾ ഇപ്പൊ ഉണ്ടല്ലോ. ഇവിടെ കുട്ടികളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലേ, കുട്ടികൾ വളർത്തുന്നുണ്ട്. ഇതൊക്കെ നേപ്പിയറാണ്. നമ്മുടെ ചാണകം സൂക്ഷിക്കുന്ന ചാണം ഇവിടെയാണ്. ഇവിടെ സ്റ്റാക്ക് ചെയ്തിട്ട് അങ്ങനെ തെങ്ങക്ക് ഇടും. ബാക്കിയുള്ളത് വിൽക്കും കേട്ടാ. സ്ഥലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പെൺകുട്ടികളല്ലേ? പെൺകുട്ടികൾ ഇവര് വളർന്നു വന്നാലും അത്യാവശ്യം പാല് കിട്ടും. പാൽ കിട്ടും കേട്ടാ. 18 മാസത്തിൽ നമ്മൾ കുത്തിവെക്കാം. 18 മാസത്തിൽ കുത്തിവെക്കാം. ഇത് കാളക്കുട്ടി.
അത് അത് പെൺകുട്ടി. ഈ പറഞ്ഞ കാളക്കുട്ടീനെ അപ്പൊ എത്ര നാളെ കൊടുക്കും? അത് ഒരു 7 മാസം 8 മാസം കഴിഞ്ഞിട്ട് കൊടുക്കും അല്ലെ? നല്ല വില കിട്ടുമല്ലോ. പിന്നെ നല്ല വില കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ക്ഷീരകർഷകന്റെ ലാഭം. ലാഭം ചാണത്തിൽ ലാഭം. ശരി, ആ ഡി ലാവലിന്റെ മെഷീനോ ഒന്ന് കണ്ടാലോ? അപ്പൊ ഈ കാണുന്നത് വക്യോൽപുരം കൂടിയാണ്. വക്യോൽ സ്റ്റോക്ക് ഇവിടെ ചെയ്യും. ഇവിടെ കാണുന്ന വക്യോൽ അപ്പൊ എവിടെ നിന്ന് വാങ്ങണേ? ഇവിടെ നമ്മള് മിൽമ മൂല്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓ, മിൽമ സബ്സിഡി കിട്ടും. സബ്സിഡി കിട്ടും. MRTF എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വഴിയാണ് നമ്മള് വാങ്ങിക്കാറുണ്ട്. ആണല്ലേ? വാങ്ങിക്കാറുണ്ട്. ഈ ഡി ലാവലിന്റെ ഒരു പ്രത്യേകത അത്രയ്ക്ക് ക്വാളിറ്റിയാണ് കേട്ടോ. അത്രയ്ക്കും ക്വാളിറ്റിയാണ്. പക്ക വേറെ ഇതിനും അത്ര ക്വാളിറ്റി കിട്ടില്ല. ഡി ലെവൽ ക്വാളിറ്റിയാണ്. പക്ഷെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. റേറ്റ് ഇപ്പൊ 82,000 രൂപ വരുന്നുണ്ടെങ്കിൽ സിംഗിൾ ബക്കറ്റിക്ക്. ഈ കാണുന്നതും പശു ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ണുകളാണ് പറഞ്ഞല്ലേ. ആണല്ലേ? ഇവിടെ തന്നെ ഉണ്ടായതാ? ഇവിടെ ഈ ഷെഡ് ഇപ്പൊ കുറച്ചിട്ട് ഇത് മാറ്റിയിട്ട് ആംഗിൾ ഇടാൻ പോകുന്നുണ്ട്. ആണല്ലേ? അപ്പൊ ഇവിടെ ഇതൊക്കെ ചെനയാണ്, കുട്ടിയാണ്. ഇവിടെ ജനിച്ച് ഇവിടുത്തെ കുട്ടിയാണ്. കണ്ണ് വന്നാൽ ഇവിടെയൊക്കെ കെട്ടും. ശരി, ഇത് പ്രസവിച്ചാൽ നമുക്ക് ഒരു 15-16 ലിറ്റർ പാൽ കിട്ടും. കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഇത് സാഹിവാളിന്റെ ഇതാണ്. സഹിവാളും കൂടി ചേർന്നിട്ടുണ്ടല്ലോ. ചേർന്നതാണ്. ഡി ലെവൽ മെഷീൻ ഇതാണ്. ഇതാണല്ലേ? ഇതാണ് ഡി ലെവൽ മെഷീൻ. ഓക്കെ, ഇതാണ് ഡി ലെവൽ മെഷീൻ. ഡി ലെവൽ. അപ്പൊ ഈ കാണുന്ന കറ മെഷീനിൽ എത്ര പശുവിനെ കറക്കാൻ പറ്റും? ഇതില് വന്നിട്ട് നമ്മള് ഇത് കപ്പാസിറ്റി 2 ഇടാങ്ങ. 1.5 HP മോട്ടറിൽ 2 ബക്കറ്റ് അട്ടൻ ടൈമില് കറക്കാം. ഒരു 300 അടി സ്പേസിൽ നമ്മൾ ഇതിന്റെ എയർ വെച്ചിട്ട് 300 അടി പോകും. ഇതിന്റെ എയർ 300 അടി പോകും. ഇതിന്റെ എയർ ആണ്. ഇതൊക്കെ അടച്ചു കളഞ്ഞാൽ അങ്ങനെ ഗേറ്റ് പോലൊക്കെ വെക്കാൻ എല്ലാ ഷെഡിലും അങ്ങനെയുണ്ട്. പെർമനന്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് 300 അടി നമ്മൾ കൊണ്ടുപോകാം. എയർ കൊണ്ടുപോകാം. അപ്പൊ അട്ടൻ ടൈമില് 2 ബസ് കറക്കാം. ഒരു 10 ലിറ്റർ കിട്ടുന്ന പാൽക്ക് 4 മിനിറ്റ്. അപ്പൊ 2 ബസ് കറക്കാം അട്ടൻ ടൈമില്. ഇതിന്റെ 1.5 HP മോട്ടറാണ്. കപ്പാസിറ്റി 2 ഇടാൻ. ഞങ്ങളൊക്കെ 3 കറക്കാറുണ്ട്. പക്ഷെ 2 നല്ലപോലെ എയർ കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് എത്ര നാളെ? ഇത് വാങ്ങിച്ചിട്ട് ഒരു 8 കൊല്ലമായി. 8 കൊല്ലം മുമ്പ്. അപ്പൊ എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചേ? 8 കൊല്ലം മുമ്പ് ഞാൻ വാങ്ങുമ്പോ ഇതിന്റെ റേറ്റ് 56. ഇന്നിപ്പോ 30 രൂപ കൂടി. 56. ഇന്ന് 82. അടിപൊളി. എന്നാലും ഡി ലെവൽ നല്ല മെഷീനാണ്. ഡി ലെവൽ നല്ല ക്വാളിറ്റിയാണ്. ഏതും വരില്ല. നല്ല ക്വാളിറ്റി. മാട്ടുകൾക്കും ഈ കാമ്പൊക്കെ നല്ല പോലെ ഉണ്ടാകും. ശരി, അപ്പൊ എന്തായാലും ചേട്ടന്റെ ഈ പശു വളർത്തൽ കാണിച്ചത് നന്ദി. ചേട്ടന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് കൊടുത്തോട്ടെ? കൊടുക്കും. നമ്മൾ ഈ വർണ്ണ വഴിക്കുള്ള ആ ഒരു പാൽ വിതരണ കേന്ദ്രത്തിലാണോ കൊടുക്കണേ? അതെ, മിൽമ വർണ്ണ വഴിക്ക് സാന്തലിംഗ നഗർ സൊസൈറ്റി, മിൽക്ക് സൊസൈറ്റി, നഗർ. എങ്ങനെ അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവര് എല്ലാം ഇതിന് നമ്മള് എന്തെങ്കിലും ഇപ്പോ ഇതിന്റെ മെഷീൻ വാങ്ങിച്ചാലോ ബ്രഷ് കട്ടർ വാങ്ങിച്ചാലോ ഏത് വാങ്ങിച്ചാലും 25% സബ്സിഡി കൊടുക്കാറുണ്ട് സൊസൈറ്റിയില്. അടിപൊളി. ഞങ്ങളുടെ സൊസൈറ്റിയില് കൊടുക്കാറുണ്ട് 25%. അതിന്റെ ഒരു ഭാഗം 4ൽ 1 ഭാഗം കൊടുക്കാറുണ്ട്. ശരി, അത് ബില്ലും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൊടുത്താ ഒരു ഭാഗം കിട്ടും. ഈ മാറ്റിന് സബ്സിഡി കിട്ടിങ്ങ, ഇത് കിട്ടി. ഇത് സബ്സിഡി 30,000 രൂപ എനക്ക് കിട്ടി. ഇതൊക്കെ കിട്ടി. പിന്നെ വൈക്കോല് കിട്ടും. ശരി, തീറ്റ എവിടെ നിന്ന് എടുക്കണേട്ടാ? തീറ്റ ഇത് വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. തമിഴ്നാട് തീറ്റയാണല്ലോ ശാന്തി? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. എല്ലാം കൊണ്ടും നമുക്ക് സപ്പോർട്ടാണ്. പഞ്ചായത്തിന് സപ്പോർട്ട് എങ്ങനെയുണ്ട്? പഞ്ചായത്ത് സപ്പോർട്ട് ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് നമുക്ക് ഏതും കിട്ടില്ല. പഞ്ചായത്ത് ഇൻസെന്റീവ് ഒക്കെ വന്നു. ഒരു കൊല്ലത്തിന് മുമ്പ് പഞ്ചായത്ത് ഇൻസെന്റീവ് കിട്ടി. അത് ഒരു ടൈമോ 2 ടൈമോ വന്നത്. ബാക്കി ഒന്നും കിട്ടില്ല കേട്ടാ. പഞ്ചായത്തിൽ കിട്ടില്ല. സൊസൈറ്റി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ശരി, അപ്പൊ എന്തായാലും ചേട്ടന്റെ ഈ ഒരു പശു വളർത്തൽ എന്നെ കാണിച്ചത് നന്ദി. ഈ കണ്ട പശു വളർത്തൽ കാണുമ്പോൾ പലർക്കും ഒരു പ്രചോദനമാണ്. പശു വളർത്തലിലേക്ക് ഇറങ്ങാൻ ഒരു പ്രചോദനമാണ്. ഉറപ്പായിട്ട് ഇത് നല്ല ഒരു ഇതാണ്. നല്ല ശരിക്കും ഇതില് കറക്റ്റ് ആയിട്ട് നമ്മൾ പോയാൽ നല്ല ഒരു ഇതാണ്. നമ്മൾ ഒരു 25,000 രൂപ 30,000 രൂപ സാലറി കിട്ടും. ഇതില് ഡബിൾ ഇരട്ടി ഇതിൽ എടുക്കാം. ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അതുപോലെ നല്ല ഒരു തൊഴിലാണ്. ഇത് ഐശ്വര്യമുള്ള തൊഴിലാണ്. അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് 30 പശുക്കളെ വളർത്തുന്ന ഗോപാലൻ ചേട്ടന്റെ പശു വളർത്തലാണ്. പശു എങ്ങനെ ജീവിതമാർഗമാക്കാം എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.